അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യൻളുറു ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ജിസ്മുകളിലേക്ക്, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് അല്ലാഹു തആല നോക്കുന്നില്ല. നമ്മുടെ ശരീരത്തിൻ്റെ വടിവിലേക്കോ ഘടനയിലേക്കോ അതിൻ്റെ ഒരു കാര്യങ്ങളിലേക്കും അല്ലാഹു തആല നോക്കുകയില്ല. വല ഇലാ സുവരിക്കും, നിങ്ങളുടെ ഭംഗിയിലേക്ക് അല്ലാഹു തആല നോക്കുന്നില്ല. നിങ്ങൾ അഴകുള്ളവരാണോ, നിങ്ങൾ വെളുത്തവരാണോ കറുത്തവരാണോ, ഭംഗിയുള്ളവരാണോ വിരൂപിയാണോ, നിങ്ങളുടെ സൂറത്ത് എങ്ങനെയാണോ അതൊന്നും അല്ലാഹു തആലാക്ക് നോട്ടമില്ല. വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അല്ലാഹു തആല നോക്കുന്നത്. വ അഅമാലിക്കും, നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങളിലേക്കാണ് അല്ലാഹു തആല നോക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയവിശാലതയുണ്ടോ, നിഷ്കളങ്കതയുണ്ടോ, ലോകമാന്യം ഇല്ലാത്ത, അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇകഴ്ത്താത്ത, നല്ല രീതിയിൽ ചിന്തിക്കുന്ന നല്ല മനസ്സിൻ്റെ ഉടമകളാണോ നിങ്ങൾ? അതാണ് അല്ലാഹു തആലാക്ക് ആവശ്യം. അതുപോലെ നല്ല പ്രവർത്തനങ്ങൾ, മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി ആരെയും പ്രയാസപ്പെടുത്താത്ത രൂപത്തിലുള്ള നല്ല ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർ, ഇതെല്ലാമാണ് അല്ലാഹു തആലാക്ക് ആവശ്യം. അല്ലാതെ തറവാട് മഹിമയോ സമ്പത്തിൻ്റെ മഹിമയോ അല്ലെങ്കിൽ ആൾബലത്തിൻ്റെ കരുത്തോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളോ എന്തെങ്കിലും വിജയകരമായ കാര്യങ്ങളോ ഒന്നും അല്ല. ഈ ഐഹികമായ ലോകത്ത് എന്തെല്ലാം പ്രതാപങ്ങളുണ്ടോ ഇതൊന്നിലേക്കുമല്ല അല്ലാഹു തആല നോക്കുന്നത്. അവൻ്റെ ഇഖ്ലാസ്, നിഷ്കളങ്കമായ പ്രവർത്തനം, ലോകമാന്യം കടന്നു വരാത്ത അവൻ്റെ ചിന്തയും പ്രവർത്തനങ്ങളും, ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം.